അസ്സലാമലൈക്കും. നമ്മുടെ ജീവിതത്തിൽ നിരാശ, പേടി, ആത്മവിശ്വാസക്കുറവ് ഇതൊക്കെ അനുഭവിക്കുന്നവരുണ്ടാവും അല്ലേ? ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു സമാധാനം കിട്ടും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടാവില്ല അല്ലേ? എന്നാൽ ഇതൊക്കെ മാറാൻ ഞാനൊരു ദിക്ർ പറഞ്ഞു തരാം. എന്നാൽ ഈ ദിക്ർ പതിവാക്കിയാൽ മനോബലം, ധൈര്യം ഇതൊക്കെ നമ്മളെ ജീവിതത്തിൽ വർദ്ധിക്കും. നമുക്കൊരു സ്വയം ഒരു ആത്മവിശ്വാസം ഉണ്ടാകും. അതുപോലെ തന്നെ ഹൃദയത്തിൽ ശക്തിയും ആത്മീയമായ സ്ഥിരതയും ഉറപ്പും ലഭിക്കും. പിന്നെ അതുപോലെ തന്നെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളും നേരിടാനുള്ള കരുത്ത് നമുക്ക് ലഭിക്കും. പിന്നെ മറ്റുള്ളവർ നമ്മളെ ഉപദ്രവിക്കാറില്ലേ? ആ ഉപദ്രവങ്ങളെ തൊട്ട് കാക്കാനും അത് നേരിടാനുള്ള ധൈര്യവും നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഇടയിൽ നമുക്ക് ബഹുമാനം വർദ്ധിക്കും. ദുനിയാവിലും ആഖിറത്തിലും നന്മയും ഉയർച്ചയും ലഭിക്കും ഈ ദിക്ർ ചൊല്ലുന്നതുകൊണ്ട്. നമ്മുടെ ജീവിതത്തിൽ കഷ്ടസമയങ്ങൾ ഉണ്ടാകാറില്ലേ? ആ സമയത്തും ഈ ദുആ പതിവാക്കിയാൽ കഷ്ടതയിൽ നിന്നും സഹായത്തിൻ്റെ വഴികൾ തുറക്കപ്പെടും ഇൻഷാ അല്ലാഹ്. ആ ദുആ ഇതാണ്: യാ അസീസു അസിസിനി ഫിദ്ദുന്യ വൽ ആഖിറത്തി. ഇതിൻ്റെ അർത്ഥം ഇതാണ്: പ്രതാപശാലിയായ അല്ലാഹുവേ, എന്നെ ശക്തിയുള്ളവനാക്കി ബലവാനാക്കി മാറ്റാനും മാനവും ബഹുമാനമുള്ളവനാക്കി അനുഗ്രഹിക്കണേ ദുനിയാവിലും ആഖിറത്തിലും. ഇതാണ് ഇതിൻ്റെ അർത്ഥം. ദുആ ചൊല്ലേണ്ടത് ഇങ്ങനെയാണ്: ആദ്യം നിങ്ങൾക്ക് അറിയാവുന്ന 3 സ്വലാത്ത് നബിയുടെ പേരിൽ ചൊല്ലുക. പിന്നെ ഈ ദുആ 94 തവണ ചൊല്ലുക. അവസാനം 3 സ്വലാത്ത് നബിയുടെ പേരിൽ ചൊല്ലി അവസാനിപ്പിച്ച് റബ്ബിനോട് ദുആ ചെയ്യുക. ഇത് ഏത് സമയത്തും ചൊല്ലാവുന്നതാണ്. പിന്നെ അശുദ്ധിയുള്ള സ്ത്രീകൾക്കും ചൊല്ലാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഹൈറും ബർക്കത്തുമുള്ള ജീവിതം നമുക്ക് തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.